നമസ്കാരം. ഈ ടീം വെള്ളത്തിലേക്ക് സ്വാഗതം. 14 മാസങ്ങൾക്ക് ശേഷം ഇന്ത്യൻ വിപണിയിൽ പുതിയൊരു സർവകാല റെക്കോർഡ് ഉയർന്ന നിലവാരം തിരുത്തി എഴുതിയിരിക്കുകയാണ്. എന്നാൽ ആ കുതിപ്പ് ഇന്നത്തെ ഒരു സെഷൻ്റെ അവസാന നിമിഷം വരെ കാത്തു സൂക്ഷിക്കാൻ സാധിച്ചില്ല. എന്തുകൊണ്ടാണ് വിപണിയിൽ ഇന്നൊരു ചാഞ്ചാട്ടം ഉണ്ടായത്? അതുപോലെ വിപണിയുടെ മുന്നിലുള്ള സാധ്യതകൾ എന്തൊക്കെ? വെള്ളിയാഴ്ചത്തെ വ്യാപാരത്തിൽ നിഫ്റ്റിയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെ? ഇത്തരം ഘടകങ്ങളാണ് ഈ വീഡിയോയിൽ പ്രധാനം പങ്കുവെക്കുന്നത്. അപ്പോൾ ആദ്യം ഇന്നത്തെ ഒരു വ്യാഴാഴ്ചത്തെ വിപണിയുടെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ഓവർ സൂചികൾ ഒരു ഫ്രഷ് ഓൾ ടൈം ഹൈ ഇന്നത്തെ ഒരു വ്യാപാരത്തിനിടയിൽ കുറിച്ചിട്ടുണ്ട്. അതിൽ സെൻസെക്സ് 86,000 എന്ന നിലവാരം ചരിത്രത്തിൽ ആദ്യമായി മറികടന്നു. അതുപോലെ നിഫ്റ്റി 26,300 എന്നുള്ള നിലവാരവും മറികടന്നിട്ടുണ്ട്. 14 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് 2024 സെപ്റ്റംബർ 27 ശേഷമാണ് ഒരു ഇൻട്രാഡേ ബേസിസിൽ നോക്കുമ്പോൾ ഇന്ത്യൻ വിപണി ഏറ്റവും ഉയർന്നൊരു നിലവാരങ്ങളിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും ആ ഒരു ആവേശം ഒരു അത്രയധികം നീണ്ടു നിന്നില്ല. ഉച്ചയ്ക്ക് ശേഷം ആ ഒരു ഉണ്ടായ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിൽ വിപണി അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഓരോ സൂചികൾ ഇന്നത്തെ ഒരു ഉയർന്ന നിലവാരത്തിൽ നിന്ന് ഗണ്യമായ ഒരു നേട്ടം കൈവിട്ടുകൊണ്ട് താഴേക്ക് ഇറങ്ങുന്നത് കണ്ടു. പക്ഷേ അവസാന നിമിഷത്തിൽ ഒരു ബൈങ് ഇൻട്രസ്റ്റ് ആണ് ഇന്നൊരു നേട്ടത്തിൽ തന്നെ ക്ലോസ് ചെയ്യാൻ വിപണിയെ സഹായിച്ചെന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ നിഫ്റ്റിയും ഒരു പരിക്കിൻ്റെ ഒരു ആഘാതം കുറച്ച് 26,200 എന്ന നിലവാരത്തിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. നേരിയ നേട്ടത്തിൽ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് ആണ് സംഭവിച്ചത്. ഇന്നത്തെ ഒരു നിഫ്റ്റി ഓഹരികളുടെ അല്ലെങ്കിൽ നിഫ്റ്റി ഇൻഡെക്സിൻ്റെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട 50 ഓഹരികളുടെ കൂട്ടത്തിൽ നോക്കും ബജാജ് ഫിനാൻസും ICICI ബാങ്കുമാണ് ഇന്നൊരു നേട്ടത്തിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചത്, കൂടുതൽ നേട്ടത്തോടെ ക്ലോസ് ചെയ്യാൻ സാധിച്ചത്. മറുവശത്ത് നോക്കുകയാണെങ്കിൽ അദാനി എൻ്റർപ്രൈസസും ഐഷർ മോട്ടോഴ്സുമാണ് നിഫ്റ്റി അവരുടെ കൂട്ടത്തിൽ നഷ്ടം രേഖപ്പെടുത്തിയത്. ഇനി BSEയുടെ മുഖ്യ സൂചിയ സെൻസെക്സ് നോക്കുകയാണെങ്കിൽ ഇന്ന് 111 പോയിന്റ് നേട്ടം അല്ലെങ്കിൽ 0.13% ഒരു വർധനയോടെ 85,720 ക്ലോസിംഗ് രേഖപ്പെടുത്തിയത്. രാവിലത്തെ വ്യാപാരത്തിൻ്റെ ഘട്ടത്തിൽ 86,055 അല്ല 86,056 എന്നുള്ള നിലവാരങ്ങൾ വരെ എത്തിയാണ് പുതിയൊരു സർവകാല റെക്കോർഡ് ഉയർന്ന നിലവാരം തിരുത്തി കുറിച്ചത്. സമാനമായി ബാങ്ക് നിഫ്റ്റി NSEയുടെ ഒരു പ്രധാനപ്പെട്ട സെക്ടറൽ സൂചിയായ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിലും അടിസ്ഥാന ഓരോ സൂചികൾ അല്ലെങ്കിൽ ബെഞ്ച് മാർക്ക് ഇൻഡെക്സിനൊപ്പം തന്നെ ഇന്ന് ബാങ്ക് നിഫ്റ്റി വീണ്ടും ഒരു റെക്കോർഡ് ഹൈ കുറിച്ചിട്ടുണ്ട്. 59,867 എന്ന നിലവാരം വരെ എത്തിയാണ് ഒരു ഫ്രഷ് റെക്കോർഡ് ഹൈ ബാങ്ക് നിഫ്റ്റിയിൽ കുറിച്ചിരിക്കുന്നത്. ഇത് ബുധനാഴ്ചത്തെ ഒരു സ്ട്രോങ് പെർഫോമൻസിൻ്റെ ഒരു ബേസിൽ കെട്ടിപ്പടുത്തുകയാണെന്ന് നമുക്ക് ഇന്നത്തെ ഒരു നീക്കം കാണുമ്പോൾ അറിയാം. കഴിഞ്ഞ ദിവസം ബാങ്ക് നിഫ്റ്റി 700ഓളം പോയിന്റിലേറെ മുന്നേറിയിരുന്നു. അപ്പം ഇന്നത്തെ ഒരു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തീർച്ചയായിട്ടും ഒരു ഫ്രഷ് ഓൾ ടൈം ഹൈ അടിച്ചുള്ള ഒരു ബ്രേക്ക്ഔട്ട് കുതിപ്പ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ കാണാനാകും. ബാങ്ക് നിഫ്റ്റിയുടെ ഒരു പെർഫോമൻസ് ആണ് ഒരു പരിധിവരെ നോക്കുമ്പോൾ വിപണിയെ മൊത്തത്തിൽ സഹായിക്കുന്നത് കാണാൻ കഴിയും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു നേട്ടത്തോട് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് ഈ 2025 വർഷത്തിൽ ഇതുവരെയായി ഇയർ ടു ഡേറ്റ് നോക്കുകയാണെങ്കിൽ 17% നേട്ടം നൽകാൻ സാധിച്ചിട്ടുണ്ട്. അതായത് നിഫ്റ്റി ഇൻഡെക്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഔട്ട് പെർഫോമൻസ് ആണ്. നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇതുവരെയായിട്ട് ഇയർ ടു ഡേറ്റ് അല്ലെങ്കിൽ ഈ വർഷം ഇതുവരെയുള്ള കാലയളവിലെ നേട്ടം നോക്കുമ്പോൾ 10.7% നേട്ടമാണ് നിഫ്റ്റിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ബെഞ്ച് മാർക്ക് ഇൻഡെക്സിൻ്റെ മേഖലയിലുള്ള നേട്ടം ബാങ്ക് നിഫ്റ്റിക്ക് നൽകാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അപ്പം എന്തുകൊണ്ടാണ് ഇന്നൊരു പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് നേട്ടം നിലനിർത്താനാകാത്ത നേരിയ നേട്ടത്തോടെ അല്ലെങ്കിൽ ഒരു നിറം മങ്ങിയ പ്രകടനത്തോടെ ക്ലോസ് ചെയ്ത് അല്ലെങ്കിൽ വിപണിയിൽ എന്തുകൊണ്ടാണ് ചാഞ്ചാട്ടം ഉണ്ടായത് നോക്കുകയാണെങ്കിൽ ഇപ്പം അതിൻ്റെ കാരണങ്ങൾ തേടുകയാണെങ്കിൽ ഇപ്പോൾ രാവിലത്തെ സെഷനിൽ വിപണിയിൽ ശക്തമായ മുന്നേറ്റം പ്രകടമായിരുന്നു. അത് പ്രധാനമായിട്ടും ഗ്ലോബൽ ഫാക്ടേഴ്സും ഡൊമസ്റ്റിക് ഫാക്ടേഴ്സും ഉണ്ട്. US ഫെഡറൽ റിസർവ് അമേരിക്കയുടെ കേന്ദ്ര ബാങ്ക് US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കുമെന്നുള്ള പ്രതീക്ഷ വേണ്ടി സജീവമായി ഗ്ലോബലി തന്നെ മാർക്കറ്റുകളെ ഒരു പോസിറ്റീവിലേക്ക് നയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഡൊമസ്റ്റിക് ആയിട്ട് നോക്കുമ്പോൾ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഡിസംബറിൽ ചേരുന്ന 3 മുതൽ 5 വരെ ചേരുന്ന മോണിറ്ററി പോളിസി കമ്മിറ്റി യോഗത്തിൽ അടിസ്ഥാന പലിശ നിരക്കുകൾ കുറച്ചേക്കുമെന്നുള്ള പ്രതീക്ഷ സജീവമായതും വിപണിയെ മുന്നോട്ട് നയിക്കുന്ന അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള ഒരു പ്രതീക്ഷ സജീവമായത് വിപണിയെ അനുകൂലമായിട്ട് മുന്നേറുന്നതിന് സഹായിച്ചിട്ടുണ്ട്. പിന്നോടൊപ്പം തന്നെ നോക്കുകയാണെങ്കിൽ ഇന്ത്യ US ട്രേഡ് ഡീൽ സംബന്ധിച്ചുള്ള പ്രതീക്ഷ നിലനിൽക്കുന്നത്, റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കുമെന്നുള്ള വാർത്തകളും ഒക്കെ വരുന്നത് തുടങ്ങിയ ജിയോ പൊളിറ്റിക്കൽ ഘടകങ്ങളോട് ചേരുന്നതാണ് ഇന്ത്യൻ വിപണിയിൽ മൊത്തത്തിലൊരു പോസിറ്റിവിറ്റിയിലേക്ക് നയിച്ചത്. പക്ഷെ എന്തുകൊണ്ട് തിരിച്ചിറങ്ങിയെന്നാണ് ഉച്ചയ്ക്ക് ശേഷം നോക്കിയാൽ സെൻസെക്സിൽ ഏകദേശം 400ഓളം പോയിന്റ് ഇന്നത്തെ ഒരു ഡേ ഹൈയിൽ നഷ്ടമായിട്ടുണ്ട്. നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ 100ലധികം പോയിന്റ് നഷ്ടമായിട്ടുണ്ട്. ഇത് പ്രധാനമായിട്ടൊരു പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ്. ഹയർ ലെവൽസിലോട്ട് എത്തിയുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ്. ഷാർപ്പ് റാലി കഴിഞ്ഞ ദിവസത്തിന് ശേഷം ഒരു ട്രേഡേഴ്സ് അതിൻ്റെ ഒരു നിശ്ചിത ലാഭം എടുക്കാൻ തുനിഞ്ഞത് അതിൽ ഒരു മൈൽഡ് പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് വിപണി താഴേക്ക് നയിച്ചെന്ന് കാണാൻ കഴിയും. രണ്ടാമത് എടുക്കുകയാണ് FI സെല്ലിങ് ഇന്ന് വീണ്ടും വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു ബൈങ് ആയിരുന്നെങ്കിൽ പോലും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെ വിദേശ നിക്ഷേപർ എന്നൊരു സെല്ലിംഗ് ആണ് നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ NSEയിലെ ക്യാഷ് സെഗ്മെൻറ്റിലെ ഡേറ്റകൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ഏകദേശം 2,000 കോടിയോളം രൂപയുടെ ഒരു സെല്ലിംഗ് നടത്തിയിട്ടുണ്ട്. മറുവശത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ 3,500 കോടിയിലധികം രൂപയുടെ ഒരു ബൈങ് നടത്തിക്കൊണ്ടാണ് മാർക്കറ്റിന് ഇന്നൊരു
ഒരു നിറമങ്ങിക്ക് പോലെ ഒരു ചെറിയ നേട്ടത്തോടെ എങ്കിലും ക്ലോസ് ചെയ്യാൻ സാധിച്ചെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പം ആ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ്, സെല്ലിംഗ് ഇതെല്ലാം മാർക്കറ്റിന് ഇന്നത്തെ ഒരു നേട്ടം നിലനിർത്താൻ സാധിക്കാതെ താഴേക്ക് ഇറങ്ങാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ BSEയുടെ സെൻസെക്സിൻ്റെ ഒരു മന്ത്ലി എക്സ്പയറി ആയിരുന്നു വ്യാഴാഴ്ച. അപ്പോൾ അത് സംബന്ധിച്ചുള്ള ചെറിയൊരു വോൾട്ടാലിറ്റിയും മാർക്കറ്റിനെ സ്വാധീനിച്ചായി കാണാൻ കഴിയും. പിന്നെ നോക്കിയിട്ട് ബ്രോഡർ മാർക്കറ്റ് ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല. മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സ്പേസിലെ ഒരു വീക്ക്നെസ്സും നോക്കുകയാണെങ്കിൽ സ്മോൾ ക്യാപ് സെഗ്മെൻറ്റിലും ഒരു മാർക്കറ്റ് ലീഡേഴ്സ് ആണെങ്കിൽ പോലും ഒരു കറക്റ്റീവ് സോണിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആ ഒരു ബ്രോഡർ മാർക്കറ്റ് പാർട്ടിസിപ്പേഷൻ ഇല്ലാതിരുന്നതും ഒരു വിപണിയെ ഇന്ന് പിന്നിലേക്ക് വലിച്ചതായി കാണാം. ഒരു മൈൽഡ് പ്രോഫിറ്റ് ബുക്കിംഗ്, സെല്ലിങ്, ആ ഒരു ബ്രോഡർ മാർക്കറ്റ് പാർട്ടിസിപ്പേഷന് കുറവ്, സെൻസെക്സിൻ്റെ മന്ത്ലി എക്സ്പയറി തുടങ്ങിയ സംബന്ധിച്ചുള്ള വോൾട്ടാലിറ്റിയാണ് മാർക്കറ്റിനെ ഉച്ചയ്ക്ക് ശേഷം ഒരു നിർഭാഗ്യ പ്രകടനത്തേക്ക് നയിച്ചെന്ന് കാണാം. പിന്നെ ബ്രോഡർ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ NSEയുടെ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ഇന്നത്തെ NSEയിൽ മൊത്തം ട്രേഡ് ചെയ്യപ്പെട്ടത് 3191 ഓഹരികളാണ്. ഇതിൽ നേട്ടത്തോടെ ക്ലോസ് ചെയ്യാൻ സാധിച്ച് 1585, നഷ്ടം രേഖപ്പെടുത്തിയത് 1597. അപ്പോൾ ഇന്നലത്തിൽ നിന്ന് വ്യത്യസ്തമായ ചിത്രമാണ്. അതായത് ഒരു മാർക്കറ്റ് ബ്രെഡ്ത്ത് നോക്കുകയാണെങ്കിൽ ന്യൂട്രലിലേക്ക് വീണ്ടും എത്തിയെന്ന് കാണാം. കഴിഞ്ഞ ദിവസമൊക്കെ വളരെ പോസിറ്റീവായിരുന്നു. മാർക്കറ്റ് ബ്രെഡ്ത്ത് വീണ്ടും ഒരു ന്യൂട്രലായെന്ന് കാണാം. ഇന്ന് 52 വീക്ക് ഹൈ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത 72 ഓഹരികളാണ്. മറുവശത്ത് 52 വീക്ക് ലോ, ഒരു വർഷത്തെ താഴ്ന്ന നിലയിലേക്ക് പോയത് 88 ഓഹരികളാണെന്നും കാണാം. ഇനി ബ്രോഡർ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ പ്രധാനപ്പെട്ട ബ്രോഡർ മാർക്കറ്റ് സൂചി Nifty 500 നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് ക്ലോസിംഗ് ആണ് ഉണ്ടായിരിക്കുന്നത്. ഒരു നേരിയ നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു. 500 ഓഹരികളുടെ കൂട്ടത്തിൽ നോക്കുകയാണ് Nifty 500 സൂചിയുടെ ഭാഗമായ 500 ഓഹരികളുടെ കൂട്ടത്തിൽ നോക്കുകയാണെങ്കിൽ 312 ഓഹരികൾ നഷ്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസിംഗ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ബ്രോഡർ മാർക്കറ്റ് പാർട്ടിസിപ്പേഷൻ്റെ കുറവല്ല, അണ്ടർലൈൻ വീക്ക്നെസ് നമുക്കതിൽ കാണാം. അപ്പം Nifty സ്മോൾ ക്യാപ്പ് നോക്കുകയാണെങ്കിലും 0.5% നഷ്ടപ്പെടുത്തി, 0.5% സൂചികൾ നഷ്ടം നേരിട്ടു. Nifty മിഡ് ക്യാപ്പ് ആകട്ടെ വളരെ നേരിയ നേട്ടത്തിൽ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യ വിക്സ് സൂചിക ഒരു മാർക്കറ്റിലെ ഫെയർ ഗേജ് എന്നറിയപ്പെടുന്ന ഇന്ത്യ വിക്സ് സൂചി നോക്കുകയാണെങ്കിൽ 1.5% താഴ്ന്ന് 11.79 എത്തിയിട്ടുണ്ട്. ശ്രദ്ധേയമായ ഒരു നീക്കം തന്നെയാണ് നമുക്ക് കരുതാം. മുന്നിലേക്കുള്ള ഒരു ക്ലാരിറ്റിയെ സംബന്ധിച്ചുള്ള സൂചന നൽകുന്ന ഒരു ഘടകമാണിത്. ഇനി സെക്ടർ സൂചികൾ നോക്കുകയാണെങ്കിൽ മിക്സ്ഡ് പെർഫോമൻസ്, ഒരു സമ്മിശ്രമായിരുന്നു കാണാം. അപ്പോൾ Nifty ഫിനാൻഷ്യൽ സർവീസസ്, Nifty മീഡിയ, Nifty IT, Nifty പ്രൈവറ്റ് ബാങ്ക്, FMCG തുടങ്ങിയവയ്ക്ക് 1% താഴെയുള്ളൊരു നേട്ടത്തോടെ ക്ലോസിംഗ് രേഖപ്പെടുത്തി. മറുവശത്ത് നോക്കുകയാണെങ്കിൽ Nifty ഓട്ടോ, PSU ബാങ്ക്, Nifty റിയാലിറ്റി, ഹെൽത്ത് കെയർ, Nifty ഓയിൽ ആൻഡ് ഗ്യാസ്, Nifty കൺസ്യൂമർ ഡ്യൂറബിൾസ് എന്ന് 1% താഴെയുള്ളൊരു നഷ്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസിംഗ് ചെയ്തതെന്ന് കാണാൻ കഴിയും. ഇനി വിലയിരുത്തിയ വ്യാപാരത്തിൽ വീണ്ടും മുന്നിലുള്ള സാധ്യതകൾ എന്തൊക്കെ, നിഫ്റ്റിയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പം രാവിലത്തെ ഒരു സെഷനിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സൂചി അല്ലെങ്കിൽ Nifty ഒരു സർവകാല റെക്കോർഡ് ഉയർന്ന നിലവാരം തിരുത്തി കുറിച്ചായിട്ട് കാണാം. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഒരു ഉയർന്ന നിലവാരത്തിൽ ഗണ്യമായ ഒരു നേട്ടം കൈവിട്ടാണ് Nifty സൂചികയിലൊരു ഫ്ലാറ്റ് ക്ലോസിങ്ങിലേക്ക് എത്തിയെന്നും കാണാം. ഇപ്പോൾ Nifty ഇപ്പോൾ നിൽക്കുന്നത് 26,315 എന്നുള്ള നിലവാരത്തിലാണ്, അല്ലെങ്കിൽ ക്ലോസിംഗ് രേഖപ്പെടുത്തിയേക്കുന്നത് 26,315. അപ്പം ഡെയിലി ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു സ്മോൾ റെഡ് ക്യാൻഡിൽ കാണാം. ഒരു മൈനറായിട്ടുള്ള ഒരു അപ്പർ ആൻഡ് ലോവർ ഷാഡോയും കാണാം. ഇതിപ്പോൾ ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഈ ഒരു മാർക്കറ്റ് ആക്ഷൻ സൂചിപ്പിക്കുന്നത് ഒരു മാർക്കറ്റിൻ്റെ ഒരു ബ്രേക്ക്ഔട്ടിന് ശേഷമുള്ളൊരു കൺസോളിഡേഷൻ മൂവായിട്ട് വേണമെങ്കിൽ ഇത് വിലയിരുത്താം. അപ്പോൾ ഇത് സജസ്റ്റ് ചെയ്യുന്നത് ഒരു ഷോർട്ട് ടൈമിലേക്ക് വേണമെങ്കിൽ ഒരു വോൾട്ടൈലായിട്ടുള്ള നീക്കങ്ങൾ വരാം. അതായത് ഒരു അടുത്ത ഘട്ടം ഒരു വലിയൊരു ഒരു മുന്നേറ്റത്തിന് മുന്നേ അല്ലെങ്കിൽ ഒരു ഷാർപ്പ് അപ്പ് മൂവിന് മുന്നോടിയായിട്ട് ഒരു കുറച്ച് സെഷൻസ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു വോൾട്ടൈലായിട്ടൊരു സെഷൻ ഒരു നീക്കങ്ങൾ വരാമെന്നുള്ളൊരു സൂചനയാണ് ഇത് നൽകുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ വെള്ളിയാഴ്ചത്തെ ഒരു Nifty ലെവൽസ് നോക്കുകയാണെങ്കിൽ 26,300, 26,330 ഇത്തെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ അപ്പോൾ അവിടെയാണ് ഒരു Niftyയുടെ മുന്നിലുള്ള തൊട്ടടുത്തൊരു പ്രതിരോധ കടമ്പ് അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് 26,300, 26,330 ഇന്നത്തെ ഒരു ഓൾ ടൈം പുതിയൊരു ഫ്രഷ് ഹൈ അടിച്ചേക്കുന്ന അവിടെയാണ്. അപ്പോൾ ഇതിന് മുകളിൽ 26,330 മുകളിൽ നാളെ Niftyക്ക് നിൽക്കാൻ സാധിക്കുമെങ്കിൽ ഒരു ഷാർപ്പ് റാലിക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. 26,500 വരെ പോകാനുള്ള സാധ്യതകളുമുണ്ട് ഷോർട്ട് ടൈമിലേക്ക് നോക്കുകയാണെങ്കിൽ. മറുവശത്ത് നോക്കുകയാണെങ്കിൽ 26,90, 26,60, അതായത് 26,90 തൊട്ട് താഴെ ആണ് ഒരു സപ്പോർട്ട് സോൺ ഉള്ളത്. അത് ക്രൂഷ്യൽ സപ്പോർട്ട് സോണാണ്. അപ്പം പറയുകയാണെങ്കിൽ നാളത്തേക്ക് 26,330 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ ഒരു ഷാർപ്പ് റാലി പ്രതീക്ഷിക്കാം. അതുപോലെ നോക്കുകയാണെങ്കിൽ 26,60, 26,90, 26,100 തൊട്ട് താഴെയാണ് ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത്. അപ്പം അതും ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ്. അപ്പം ചുരുക്കി പറയുകയാണെങ്കിൽ 26,100 എന്നുള്ളൊരു ലെവല് അല്ലെങ്കിൽ 26,50 ആ 100 ലെവൽ ഒരു ക്ലോസിംഗ് ബേസിസിൽ ബ്രേക്ക് ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ അതിന് താഴെ ശക്തമായിട്ട് ബ്രേക്ക് ഡൗൺ ആയിട്ട് സസ്റ്റെയിൻ ചെയ്യുന്നില്ലെങ്കിൽ
അടുത്ത 2 ആഴ്ച വരെയുള്ളൊരു കാര്യങ്ങൾ നോക്കുമ്പോൾ നിഫ്റ്റി ഒരു അപ് ട്രെൻഡിൽ തുടരാൻ തന്നെയാണ് സാധ്യത. അങ്ങനെയെങ്കിൽ 26,500 എത്തിച്ചേരാവുന്നതേ ഉള്ളൂ. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 26,800 നീങ്ങാൻ കഴിയുന്നതാണ്. ഇതിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത് FISൻ്റെ ഭാഗത്ത് നിന്നൊരു അൺവൈൻഡിങ് ഉണ്ടായിട്ടുണ്ട്, ഒരു നല്ല രീതിയിലൊരു ഷോർട്ടിൻ്റെ അൺവൈൻഡിങ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം മുന്നേക്കുള്ളൊരു ഹിസ്റ്ററി നോക്കുമ്പോൾ ഇത്തരം ഒരു അൺവൈൻഡിങ് ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ നിഫ്റ്റിയിൽ ഒരു 4 to 5% വരെയൊക്കെയുള്ളൊരു മുന്നേറ്റം ഉണ്ടായിട്ടുള്ളതായിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു മുൻകാല ചരിത്രം നോക്കുമ്പോൾ കാണുന്നത്. അപ്പോൾ എന്തായാലും 26,200 ക്ലോസിംഗ് ബേസിസിൽ ബ്രേക്ക് ചെയ്യാത്തിടത്തോളം മാർക്കറ്റിലൊരു അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നതാണ് നമുക്ക് ഒറ്റ വാചകത്തിൽ പറയാൻ കഴിയുന്നത്. ഏതായാലും ഞാനൊരു സിബിലിസ്റ്റ് അനലിസ്റ്റല്ല, മാർക്കറ്റ് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമിക് പർപ്പസിൽ ഷെയർ ചെയ്യുന്നത് മാത്രം. ഏവർക്കും നാളെ നല്ല ദിനമാകട്ടെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.